ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്ന് സമൂസ പോലെ ഇരിക്കുന്ന പഫ് പേസ്ട്രിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഗരം മസാല, എന്നിട്ട് കുറച്ച് തൈര്, അത് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ഇട്ട സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഞാനൊരു കുറച്ച് നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ചിക്കൻ ഫ്രൈ ആക്കി അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ സവാള 2 എണ്ണം അതും സ്ലൈസ് ചെയ്ത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വേവും. ഇനി ഇതിലേക്കുള്ള മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിന ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഒന്ന് ചെറുതായിട്ടിങ്ങനെ പൊടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് ഇതുപോലെ പഫ് പേസ്ട്രി വെച്ച് കൊടുക്കാം. എപ്പോഴും എന്തെങ്കിലും വെക്കുന്ന ആ ഒരു സമയത്ത് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേക്കണം, നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കും ലാസ്റ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത്. അങ്ങനെ 6 ഷീറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ക്രോസ് ആയിട്ട് മടക്കിയേക്കാം. അപ്പം നമ്മളെപ്പോഴും പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ഇത് ഓപ്പോസിറ്റ് സൈഡായിട്ട് മടക്കാം. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഞാനിങ്ങനെ സമൂസ ഷീറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ഡിസൈന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം നമ്മളിത് നല്ലപോലെ പ്രസ് ചെയ്ത് എല്ലാ സൈഡും അടച്ചു കഴിഞ്ഞില്ലെങ്കിൽ അതായത് ഈ ബേക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇത് തുറന്നു പോകാറുണ്ട്. അപ്പം ഞാനിതിന് മുമ്പ് ഇത് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇത് വെക്കുന്ന ആ ഒരു സമയത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അത് പപ്സ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്യണം. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പം ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് എയർ ഫ്രയറിലും വെക്കാം. ഞാനൊന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ഫ്രയറിൽ എനിക്ക് തോന്നുന്നു കുക്കിംഗ് റേഞ്ചിൽ ഞാൻ വെച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് എയർ ഫ്രയറിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.